ഒരു ടേസ്റ്റി ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഒരൊറ്റ തവണ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഇതുപോലുള്ള ഒരു കേക്കുകളും വാങ്ങൂല. നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ക്യാരറ്റ് കേക്കാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? മീഡിയം വലുപ്പത്തിൽ 2 ക്യാരറ്റുകൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെക്കണേ. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണേ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ, ഇല്ലെങ്കിൽ ഓരോ സൈഡിൽ കരിഞ്ഞൊക്കെ പോകും. ഒരു 3-4 ഡേറ്റ്സ് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ ഇതേ. ഷുഗറൊക്കെ മെൽട്ടായി വരുന്നുണ്ട്, നല്ല ബ്രൗൺ കളറാവുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്നാകും. ഇത് ഷുഗർ മെൽട്ടായിട്ട് സൈഡിൽ നിന്നൊക്കെ പതഞ്ഞ് വരുന്നുണ്ട്. അത് അതിൻ്റെ കറക്റ്റ് പാകമേ. ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർക്കണേ. തണുത്ത വെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ കട്ട കെട്ടുന്നതൊക്കെ നന്നായിട്ട് മെൽട്ടാകുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ടുണ്ടാവും. ആ സമയത്ത് അതിലേക്ക് നമ്മളുടെ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അങ്ങനെ തന്നെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഡേറ്റ്സ് ചേർക്കാം. അതിലേക്ക് അല്ല കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. അതിനകത്ത് വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി ചെറിയ രീതിയിലുള്ളൊരു വാട്ടർ മാത്രം അതിനകത്ത് വെച്ചിട്ട് നമുക്കത് തണിയാൻ വേണ്ടി മാറ്റിയെടുത്ത് വെക്കാം. നമുക്ക് കേക്ക് ടീൻ തയ്യാറാക്കാം. ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ തടവിട്ടെടുത്ത് വെച്ചത് അത്. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണേ. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കേണ്ടത്. 1/2 കപ്പ് മൈദ എടുക്കുക. അതിനകത്ത് 2 ടീസ്പൂൺ മൈദ മാറ്റി വെച്ച് അതിലേക്ക് കോൺഫ്ലവർ അതേ അളവിൽ ചേർക്കുക. അതായത് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് 1-2 തവണ അരിച്ചെടുത്തിട്ട് അത് മാറ്റിയെടുത്ത് വെക്കുക. 1/2 കപ്പ് പഞ്ചസാരയിൽ 4 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കണേ. നല്ല മധുരം വേണ്ടവർക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി ഒരു 3 മുട്ട എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഒരു 1/2 മിനിറ്റൊക്കെ അടിച്ചാൽ മതിയാകും. ഇനി അതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് അതുപോലെ തന്നെ വീണ്ടും അടിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് വെക്കുക. ഇനി ഈ അരച്ചെടുത്തതൊക്കെ കൂടിയിട്ട് തണുത്തിട്ടുള്ള ക്യാരറ്റ് മിക്സിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ക്യാരറ്റ് മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഓവൻ സെറ്റപ്പും കൂടി തയ്യാറാക്കി വെക്കാം. ഈ സമയത്ത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണേ. ഇനി നമ്മളുടെ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ഹോൾസൊക്കെ കളയണേ. ഇനി ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 1/4 മണിക്കൂർ നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പുറത്തെടുത്ത് വെക്കാം. നമ്മളെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സ്വീറ്റാണ്. നമുക്കിതിനകത്ത് ഷുഗർ കുറച്ചിട്ട് വേണമെങ്കിൽ ഡേറ്റ്സ് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.